കുട്ടികളുടെ സമൂഹ മാധ്യമ ഉപയോഗത്തിന് ഓസ്ട്രേലിയ വിലക്കേർപ്പെടുത്തിയ നടപടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചതിനു പിന്നാലെ ഇന്ത്യയിലും സമാനമായ നിയന്ത്രണങ്ങൾ വരുമെന്ന ചർച്ചകൾ സജീവമായിരിക്കുകയാണ്. ഓസ്ട്രേലിയൻ ഭരണകൂടത്തിന്റേത് ലോകത്തിന് പ്രചോദനം നൽകുന്ന തീരുമാനമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. ആ പ്രചോദനം ഉൾക്കൊണ്ട് നമ്മുടെ രാജ്യത്ത് സമാനമായ നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ അത് എത്രത്തോളം ഗുണം ചെയ്യും? അതോ ഇത് അവരുടെ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാകുമോ? ജനങ്ങളുടെ പ്രതികരണം എങ്ങനെയെന്ന് നോക്കാം. അടുത്തിടെയാണ് 16 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ ഉപയോഗത്തിന് വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് ഓസ്ട്രേലിയൻ സർക്കാർ നിയമം നടപ്പിലാക്കിയത്. ഇതിനെതിരെ രാജ്യത്തിനകത്തും പുറത്തു നിന്നും വലിയ രീതിയിലുള്ള അഭിപ്രായങ്ങളും ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഓസ്ട്രേലിയൻ സന്ദർശനം നടത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇക്കാര്യത്തിൽ അനുകൂലമായൊരു തീരുമാനമെടുത്തു. ഓസ്ട്രേലിയ അടക്കമുള്ള രാജ്യങ്ങൾ ഇക്കാര്യങ്ങളിൽ സ്വീകരിക്കുന്ന നിയമ നടപടികൾ ഇന്ത്യയും ഉൾക്കൊള്ളുന്നുവെന്നായിരുന്നു നരേന്ദ്രമോദിയുടെ അഭിപ്രായം. അങ്ങനെയെങ്കിൽ രാജ്യത്തും ഇത്തരം ഒരു നീക്കം ആവശ്യമുണ്ടോ? അതായത് 16 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നതിൽ വിലക്ക് ഏർപ്പെടുത്തണമോ? ഇക്കാര്യത്തിൽ യുവാക്കളുടെയും പൊതുജനങ്ങളുടെയും അഭിപ്രായം എന്താണ്? പരിശോധിച്ച് നോക്കാം. ഇൻസ്റ്റഗ്രാം ആവാം, യൂട്യൂബ് ആവാം, എല്ലാത്തിലും അനാവശ്യമായിട്ടുള്ള ഒരുപാട് വീഡിയോസ് വരാറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം കൊച്ചുകുട്ടികൾ പോലും ഇപ്പോൾ ഫോൺ അഡിക്റ്റ് ആണ്. ഈ പറഞ്ഞ ഞങ്ങളായാൽ പോലും അമിതമായാൽ കൂടുതലായിട്ട് ഫോൺ യൂസ് ചെയ്യുന്നവരാവാം. പക്ഷെ അതിൽ കൂടെ തന്നെ പഠിക്കാനുള്ളത് കൊണ്ട് അനാവശ്യമായിട്ടുമുണ്ട്. സോ അതിലൊരു ലിമിറ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് കുറച്ചൊന്ന് കുറഞ്ഞിരിക്കും. ഈ സാമൂഹിക മാധ്യമങ്ങളിൽ നിന്ന് പല കാര്യങ്ങളും കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് പല തെറ്റായ വഴികളിലേക്കും കുട്ടികൾ പോകുന്നുണ്ട്. അപ്പം അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. സോഷ്യൽ മീഡിയ ഒരുപാട് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അപ്പം അതൊരു നിയന്ത്രണം വേണം. എസ്പെഷ്യലി ഒരു പാരൻ്റൽ ഒരു കൺട്രോളിംഗ് ഉള്ളത് നല്ലതാണ്. കാരണം ഇപ്പം യങ്സ്റ്റേഴ്സ് കുട്ടികളാണ് മോശമായ കാര്യങ്ങളിലോട്ട് പോകുന്നത്. ഡ്രഗ് ഡീലിങ്സ് പോലെ ഇപ്പം ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ ഒരുപാട് കുട്ടികൾ സോഷ്യൽ മീഡിയ അത് യൂസ് ചെയ്ത് ഒരുപാട് ഡ്രഗ്സ് ബിസിനസ് അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. മോശമായിട്ടുള്ളതുണ്ടല്ലോ. അപ്പം അത് കണ്ടിട്ട് എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട് അനിയത്തിമാർ. അവളമാർ എൻ്റെ അടുത്ത് ചോദിക്കും, ചേച്ചി ഇതിൻ്റെ അർത്ഥം എന്തുവാ എന്നൊക്കെ. അപ്പം ഞാൻ അവരുടെ അടുത്ത് ഇതൊന്നും കാണല്ലേ, ഇങ്ങനത്തെ വീഡിയോ ഒന്നും കാണല്ലേ എന്ന് പറയും. അപ്പം അതാ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചാണല്ലോ കൊച്ചു പിള്ളേർക്കായാലും ഇങ്ങനെയൊക്കെ. സർക്കാർ മാത്രം നിയന്ത്രിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോൾ കുട്ടികളെ വളരണത് വീട്ടിലല്ലേ. അപ്പോൾ നമ്മൾ പേരൻസ് അല്ലേ അതൊന്ന് ശ്രദ്ധിക്കേണ്ട. മൊബൈൽ അധികം ഉപയോഗം പാടില്ല. ഇപ്പോൾ പൂർണ്ണമായിട്ട് ഇപ്പോൾ സർക്കാർ പക്ഷെ നല്ലതാണ്, കുറച്ച് നമ്മൾ നിയന്ത്രിക്കുന്നത് നല്ലതാണ്. കൗമാരക്കാരിലൊരു സോഷ്യൽ മീഡിയ വർധനം അത് കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ ശരിക്കും ഒക്കെ തെറ്റാണ്. കാരണം സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ ആശയവിനിമയത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നോട്ട് ജസ്റ്റ് ദാറ്റ് ബാക്കി വേറെ ഇറക്കുന്ന ഐഡിയാസൊക്കെ മനസ്സിലാക്കാൻ അത്രയും ഇമ്പോർട്ടൻറ്റും ക്രൂഷ്യലും ആയിട്ടുള്ളൊരു കാര്യമാണ്. യങ്സ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇത്തിരി പ്രായമായ പിള്ളേരല്ലേ. നമുക്ക് നിയന്ത്രിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ ഇതനുസരിച്ചിരിക്കും. ഇപ്പം നമുക്കൊരു സാധനം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് അവരാണ് ചിന്തിക്കേണ്ടത്. സോഷ്യൽ മീഡിയക്ക് 2 തല ഉണ്ട്. ഒന്ന് നല്ല രീതിക്ക് യൂസ് ചെയ്യാം, ഒന്ന് പൊട്ട രീതിക്ക് യൂസ് ചെയ്യാം. നല്ല രീതി എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതൽ ഇൻഫോർമേഷൻസ് കിട്ടാനും നമ്മുടെ കാര്യത്തിനും. ചീത്തയായ രീതി എന്ന് പറഞ്ഞാൽ ഈ ഗാംബ്ലിങ് അങ്ങനത്തെ ഓരോ ഇതിൽ പെട്ടുപോകുന്ന ടൈപ്പും ഉണ്ട്. അപ്പോൾ ഒരു ന്യൂട്രലായിട്ട് ആണ് എൻ്റെ അഭിപ്രായം വരുന്നത്. സോഷ്യൽ മീഡിയ അത് 2 തരത്തിലുണ്ടല്ലോ. നല്ല യൂസിന് പറ്റിയതുണ്ട്, അത് ദുരുപയോഗം ചെയ്യുമ്പോഴാണ് അതിൻ്റെ ദോഷങ്ങൾ വരുന്നത്. അല്ലാത്ത രീതിയിൽ ഈ കാലഘട്ടത്തിൽ ഏറ്റവും അനുയോജ്യമായ കാര്യം സോഷ്യൽ മീഡിയ. നിയന്ത്രണം വരണം. അതിപ്പം പറഞ്ഞ പോലെ 2 രീതിയിലാണ്. നല്ല രീതിയിലും പൊട്ട രീതിയിലും ഉപയോഗിക്കുന്നുണ്ട്. ഇനി വരുന്ന തലമുറയുടെ നല്ല നിയന്ത്രണം വേണ്ടി വരും. പക്ഷെ അവർ നിയന്ത്രണത്തിൽ അവർ നിൽക്കില്ല, അത് വേറെ കാര്യം. എല്ലാത്തിനും ലിമിറ്റാണ് ഉപയോഗിക്കുമ്പോൾ. പിന്നെ കൊച്ചുകുട്ടികളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഒക്കെ നമ്മൾ വീട്ടുകാർ പറഞ്ഞു കൊടുക്കണ്ടേ. 90% അത് അപകടമാണ്. 10% നല്ല വശങ്ങളുണ്ട്. പക്ഷെ കൂടുതൽ ഇവർ തിരഞ്ഞെടുക്കുന്നത് മോശപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. 100% നിയന്ത്രിക്കേണ്ടത് തന്നെയാണ്. തീർച്ചയായും നിയന്ത്രിക്കണം, അല്ലെങ്കിൽ ഭാവി തലമുറ നശിച്ചു പോകും. മയക്കുമരുന്ന് ഇതൊക്കെ നിയന്ത്രിക്കേണ്ടത് തന്നെ. പക്ഷെ സോഷ്യൽ മീഡിയ അതിന് എതിരെ പ്രചരിപ്പിക്കണം. അത് കൂടി അതിനോടൊപ്പം ചേർന്ന് നിൽക്കരുത്. അതിനെപ്പോഴും എതിരായിട്ട് നിന്ന് സോഷ്യൽ മീഡിയ മറ്റുള്ള ആൾക്കാരിലേക്ക് എത്തിക്കണം. ഒരു ലെവലൊക്കെ വെച്ചിട്ട് ലിമിറ്റ് വെച്ചിട്ട് അങ്ങോട്ട് യൂസ് ചെയ്യാം. സോഷ്യൽ മീഡിയ ഇല്ലയെന്നൊന്നും പറയാൻ പറ്റില്ല. കുറച്ച് വിവരങ്ങൾ അറിയാൻ വേണ്ടി അത്യാവശ്യമാണ് സോഷ്യൽ മീഡിയ ഒക്കെ. ഈ ഡ്രഗ്സിന് ഈ അവയർനെസ് ഒക്കെ കൊടുക്കണതിന് സോഷ്യൽ മീഡിയ അത്യാവശ്യത്തിന് ഉപകാരപ്പെടുന്നുണ്ട്. ഒരു പരിധിവരെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും പല ലഹരി ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കോണ്ടാക്ട് ചെയ്യാൻ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാരണം കൊണ്ട് ഒരു പരിധിവരെ സോഷ്യൽ മീഡിയയുടെ കാര്യമൊന്ന് കൺട്രോൾ ചെയ്യേണ്ടതാണ്. സോഷ്യൽ മീഡിയ വഴി നല്ലതുണ്ട്, ചീത്തയായിട്ടുള്ള ഒരുപാട് ഇതുണ്ടല്ലോ. അപ്പോൾ കുറച്ച് നിയന്ത്രിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതിൽ പിള്ളേർ വഴിതെറ്റി പോകുന്നുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങൾ ജീവിതത്തിന്റെ തന്നെ ഭാഗമായ കാലത്ത് അത് നിയന്ത്രിക്കുക എന്നുള്ളത് അസാധ്യമെന്ന് തന്നെയാണ് യുവതലമുറ പറഞ്ഞു വെക്കുന്നത്. എങ്കിലും അവരിലേറെ പേർക്കും അതിലെ കണ്ടന്റുകൾ നിയന്ത്രിക്കപ്പെടേണ്ടതാണ് എന്ന് തന്നെയാണ് അഭിപ്രായം. ക്യാമറമാൻ രാഹുൽ സുദേവിനൊപ്പം ലെവിൻ കെ വിജയൻ, ന്യൂസ് മലയാളം, തൃശൂർ.